അങ്ങനെയുണ്ട് കുഞ്ഞു എടേ മോനെ എന്തോ ഒരു സാധനം. ഹലോ ഗൈസ്, അപ്പൊ കോഴിക്കോട് പോകാട്ടോ ഇന്ന്. എല്ലാരും കൊറേ കാലമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഇപ്പം പറയാൻ പോന്നെ. മറുപടി തരുന്നില്ല. അതെ, എല്ലാവർക്കും പരാതിയാണ്, ചോദിക്കുന്നതിന് റിപ്ലൈ തരുന്നില്ല എന്ന്. അപ്പൊ എന്താ ചോദ്യം എന്ന് വെച്ചാല് ദേവ് എപ്പോഴാ പോന്നേന്നുള്ളതാണ് കേട്ടോ. ദേവ് എപ്പോഴാ പോന്നേ, ദേവ് എന്താ പഠിക്കുന്നില്ലേ? അതെ, അപ്പൊ ദേവ് ഇതാ പോകുകയാണ്. ദേവുവിന്റെ കാര്യം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത് ഈ ഒരു വീഡിയോ. ദേവു കുറച്ച് ആൾക്കാരോടൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട് മംഗലാപുരത്താണെന്ന്. അപ്പൊ മംഗലാപുരത്ത് തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. BSc നഴ്സിംഗ് ആണ്. അപ്പൊ ഈ 13ാം തീയതി ദേവു പോവാട്ടോ. പെട്ടെന്നായിരുന്നു അറിയിച്ചത് കാര്യം. ക്ലാസ് തുടങ്ങാനുള്ള, അതായത് 14ാം തീയതി ഓറിയന്റേഷൻ ക്ലാസ്സും 15ാം തീയതി ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇടിപിടി എന്നുള്ള പരിപാടി ആയതുകൊണ്ട് കുറെ സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. പോകുന്നതിന്റെ വിഷമവും കാര്യം, അതിന്റെ ഇടയ്ക്ക് ഒരു കല്യാണം ഉണ്ട്. അപ്പൊ എല്ലാം കൂടി അതിന്റെ നടുവിലായിപ്പോ ഇത് നമ്മള് കല്യാണത്തിന്റെ വിശേഷങ്ങളായിരുന്നു കുറെ ദിവസമായിട്ട് പറയില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കൂടിയാണ് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നേട്ടോ. ഇങ്ങനെ പെട്ടെന്നാണ് ക്ലാസ് തുടങ്ങുന്നതെന്നുള്ളത്. അപ്പൊ അവർക്ക് വാങ്ങാനുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. അതായത് ഇപ്പം തുടങ്ങൂല എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. നവംബറോ ഡിസംബറോ ഒക്കെ ആവുമായിരിക്കും എന്നുള്ളത്. പക്ഷെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് മെസ്സേജ് വന്ന് പെട്ടെന്ന് പോണം. അപ്പൊ ഇപ്പം പോകുന്ന സങ്കടത്തിലാണ് ദേവു കണ്ടില്ല. എല്ലാരെയും കൂട്ടി ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇനിയിപ്പൊ നമ്മളെ ദേവു പോകാൻ കുറച്ച് എന്താ പറയാ ഒരാഴ്ചയുള്ളൂ കേട്ടോ. 12-നാണ് പോവുക, അല്ല 13-ന് പോയിട്ട് 14-ന് ക്ലാസ്സും കഴിഞ്ഞോളൂ അവിടെ നമ്മൾ ഹോസ്റ്റലിലാക്കും. ആ സമയത്ത് നമ്മള് കോളേജും കാര്യങ്ങളൊക്കെ അടുത്ത സമയത്ത് കാണിച്ചു തരാം. ബാക്കി കാര്യങ്ങളൊക്കെ പറയാ. അപ്പൊ എല്ലാരും ഇനിയുള്ള കുറച്ച് ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇന്നിപ്പോ എന്തായാലും ഞങ്ങള് കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ നേരെ എല്ലാവരും കൂടി ലുലു മാളിലോട്ടാട്ടോ പോയത്. കാരണം ലുലു മാളിലാകുമ്പോൾ എല്ലാ സാധനവും അവിടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമാണുള്ള പോകാനുള്ളൊരു സ്ഥലമാണ് ലുലു മാള്. അപ്പം ഏതായാലും വന്നതല്ലേ അമ്മേ, അവിടെ നിന്ന് തന്നെ വാങ്ങുകയും ചെയ്യാമല്ലോ എന്നും പറഞ്ഞിട്ട് നേരെ ലുലു മാളിലേക്ക് പോയി. അത് ആടുന്ന് എടുക്കാം. അത് ഇവിടേക്ക് സാധനം കൊണ്ടുവരുന്നതാ. എനിക്ക് ഇരിക്കാനാ കുഞ്ഞു വാ പോവാ. ഒരു വാടക വീട്ടിലോട്ട് നമ്മൾ മാറുമ്പോൾ എന്തൊക്കെ വേണോ അത്രയും സാധനങ്ങൾ തന്നെ വാങ്ങിക്കണം കേട്ടോ ദേവുവിനിപ്പം പോകുമ്പോൾ. ഇതിൽ കട്ടിൽ അവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹോസ്റ്റലിൽ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അതേപോലെ കടക്ക, ബെഡ്ഷീറ്റ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പുറത്തുനിന്ന് വാങ്ങിക്കണം. ഇവിടെ കടക്ക നമ്മൾ അവിടുന്ന് വാങ്ങിക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്, മംഗലാപുരത്തുനിന്ന്. ഇവിടുന്നേ കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് വാങ്ങണം കേട്ടോ. പെന്ന്, പെൻസില്, ബുക്ക്, പേസ്റ്റ്, സോപ്പ്, അതേപോലെ തന്നെ യൂണിഫോം കിട്ടുന്നവരെയുള്ള ഡ്രസ്സ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നുള്ളി പെറുക്കി വാങ്ങണം. ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഒക്കെ മറന്നു പോയാൽ അവിടെ പോയി കഴിഞ്ഞാൽ ദേവുവിന് പെട്ടെന്ന് പുറത്തു പോയി വാങ്ങാനുള്ള പരിചയമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു ടെൻഷനും എനിക്കുണ്ട് കേട്ടോ. എല്ലാം കൂടെ പെട്ടെന്ന് വാങ്ങുന്നതിനെ കൊണ്ട് എന്ത് വാങ്ങണം, എവിടെ വെച്ച് വാങ്ങണം എന്നുള്ള ഒരു ഭയങ്കര കൺഫ്യൂഷൻ. അങ്ങനെയുണ്ട് കുഞ്ഞു എടേ ദേവു അധികം കനമില്ലാത്തേ കൊടുത്തായി കേട്ടോ. ഓ പിന്നെ 50 ഒന്നുള്ളൂ. അന്ന് മതി. ഒന്ന് അരക്കുന്ന സോപ്പ് ഇട്ട് വെക്കാനും. ഡെയിലി ഉപയോഗിക്കുന്ന ക്രീമും സൺസ്ക്രീനും സ്പ്രേയും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പാഡ്, പിന്നെ ഈ ബാഗുകൾ, ഇങ്ങനെ എന്താ പറയുക, എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ എന്തൊക്കെയാന്ന് പെറുക്കി വാങ്ങിയെന്നുള്ളത് കേട്ടോ. പിന്നെ ലുലു മാളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഫുഡ് ഐറ്റംസിലേക്കല്ലേ. അതേപോലെ തന്നെ ഇവിടുത്തെ മക്കൾ ആദ്യം പോയത് അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം വാങ്ങിക്കഴിഞ്ഞപ്പം പിന്നെ ഓൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലപ്പോഴും കഴിക്കുന്ന നമ്മളെ ദേശീയ ഭക്ഷണമായ ഒന്നുമില്ലെങ്കിൽ ബീഫ് പൊറോട്ട അല്ലെങ്കിൽ ബിരിയാണി നിന്ന് ഒരു വെറൈറ്റി പിടിക്കാമെന്നും പറഞ്ഞിട്ട്
ഇവർ ഓരോരോ ഫുഡ് പോയി നോക്കിയിട്ട് ഇഷ്ടമുള്ള സാധനങ്ങളാട്ടോ ഓർഡർ ചെയ്തത്. ഇതൊക്കെ എന്ന് വെച്ചാൽ ദേവ് ട്രൈ ചെയ്ത് നോക്കാമെന്നും പറഞ്ഞ് ഓർഡർ ചെയ്തിട്ട് ചില സാധനങ്ങളൊന്നും കുഞ്ഞൂന് ഇഷ്ടമല്ല കേട്ടോ. അതാ കുഞ്ഞൂൻ്റെ മുഖത്താ ചിരി കാണുന്നത്. സിദ്ധുവും ദേവും എന്ത് കിട്ടിയാലും കഴിക്കുന്നുള്ള അവസ്ഥയിലാണെങ്കിൽ കുഞ്ഞു ചില കാര്യങ്ങൾ കഴിക്കൂല കേട്ടോ. എനിക്ക് വേണ്ടാന്ന് വെച്ചാൽ അവന് വേണ്ടാന്ന് തന്നെ പറയും. പിന്നെ അതേപോലെ വൈകുന്നേരം ആയപ്പോൾ അതിനുള്ളിൽ തന്നെ നമ്മൾ ചായ വെച്ചിട്ടുണ്ടായിരുന്നേ. എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇവന് പിന്നെ എപ്പോഴും പഴംപൊരി ഇഷ്ടം കുഞ്ഞുവിന്. അതുകൊണ്ട് ഓൻ പഴംപൊരി ആട്ടോ വാങ്ങിച്ചത്. മറ്റോല് രണ്ടാളും എന്തൊക്കെയുണ്ടോ വെറൈറ്റി പിടിക്കാമെന്നും പറഞ്ഞിട്ട് വെറൈറ്റി പിടിച്ച് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ദേവുവിനിപ്പം പോകുന്നതിനെ കൊണ്ട് തന്നെ നല്ല വിഷമമുണ്ട്. എല്ലാവർക്കും ഉണ്ട്, കുഞ്ഞുവിനും സിദ്ധുവിനും എനിക്കും സൈഷറിനൊക്കെ ഉണ്ട്. കാരണം അവൾ വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തുകൊണ്ടൊരു സമാധാനമാണ്. എവിടെ പോയാലും അതേപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിക്കാനും പറയാനൊക്കെ ആകുമ്പം ഓൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഓൾ പെട്ടെന്ന് തന്നെ ഓടി അത് ചെയ്തോളും. കാരണം വലിയൊരു കുട്ടി വീട്ടിലുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യമായിരുന്നു കേട്ടോ. ഇനിയിപ്പം ഞാൻ കുഞ്ഞുവിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ചേച്ചി പോവുകയാണ്, ഇനി ചേച്ചി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീയാണ് ഏറ്റെടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷവർമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഷവർമ്മ വാങ്ങിയിട്ട് എല്ലാവർക്കും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഷവർമ്മ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനം ദേവുവിന്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പം പറയുന്നുണ്ട് കേട്ടോ, ഇനി ഞാൻ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്നും കഴിക്കാൻ പറ്റൂലല്ലോ എന്ന്. ബീഫും നമ്മൾ പൊറാട്ടയും കൂട്ടിയുള്ള റോളായിരുന്നു കുഞ്ഞു പിന്നെ വാങ്ങാം കേട്ടോ. പിന്നെ സിദ്ധു എന്തൊക്കെയോ സാധനങ്ങൾ, എനിക്കിതിൻ്റെ പേരൊന്നും കാര്യമായിട്ട് ചോദിച്ചാൽ അറിയില്ല. അവിടെ എന്ത് കാണുന്നോ അതൊക്കെ ഓർക്ക് ഇഷ്ടമുള്ള വാങ്ങി തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരിഷ്ടമുള്ള 3 ആളും കൂടിയും കഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ ഒരു പെട്ടെന്നുള്ള പോക്കും കാര്യങ്ങളൊക്കെ ഇനി ദേവ് വരണം, അതിന് ശേഷം നമ്മൾ പോവുള്ളൂ. അങ്ങനെ പിന്നെ ഓഫറിന് കിട്ടിയതിനെ കൊണ്ട് തന്നെ കുറച്ച് പുട്ടുപൊടിയും പിന്നെ അല്ലറ ചില്ലറ അവൾക്ക് വാങ്ങുന്ന കൂട്ടത്തിൽ നമ്മളെ വീട്ടിലോട്ട് സോപ്പ് പൗഡർ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളും വാങ്ങിച്ചിട്ടുണ്ടോ. വലിയൊരു ബില്ലായിരുന്നു പിന്നെ വന്നത്. എന്നാലും കുഴപ്പമില്ല, ഈ ഒരു ബില്ലും ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം അത്രയും നമുക്ക് വാങ്ങിക്കാനുണ്ട് പോകാൻ വേണ്ടി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ കോഴിക്കോട് മൗർ റോഡിലേക്ക് പോയിട്ട് നമ്മൾ മിഠായി തെരുവിലൊക്കെ പോയിട്ട് അവിടെയും കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഇന്ന് ഞാൻ ഈ വോയിസ് ഇടുന്ന സമയത്തും ഇവക്ക് വാങ്ങേണ്ട സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഓർമ്മിച്ച് വാങ്ങുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ കല്യാണമുണ്ട്, അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. എല്ലാം കൂടെ ഒരു സമയത്ത് വരിക എന്ന് പറഞ്ഞൊരവസ്ഥയിലാട്ടോ ഇപ്പോൾ ഉള്ളത്. പിന്നെ ഞങ്ങൾ ആൾക്ക് ബാഗ് വാങ്ങിക്കാൻ പോയി. ബാഗിൻ്റെ പ്രൈസൊക്കെ കേൾക്കുമ്പം ദേവുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട്, ഒരുപാട് പൈസേൻ്റെ സാധനം വേണമെന്ന് അവൾ പറയൂല കേട്ടോ. അവൾക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ആഗ്രഹിച്ച ബാഗൊക്കെ ഉണ്ട്, വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്കിത് മതിയെന്ന് അവളങ്ങ് പറയും. അപ്പോൾ അങ്ങനെ അവൾ ആഗ്രഹിച്ച ബാഗൊന്നും വാങ്ങിച്ചില്ലെങ്കിലും ഏകദേശം അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ ചെറിയൊരു ബാഗ് വേണമായിരുന്നു, ട്രെയിനിൽ നിന്ന് ഫോണും കാര്യങ്ങളൊക്കെ, അതിനും ഒരു ബാഗ് വാങ്ങി. പിന്നെ ഫോണിൻ്റെ കവറ് മാറ്റി കേട്ടോ. ഫോണൊക്കെ മാറ്റാനായിട്ടുണ്ട്, അതിനാവാം കുറച്ച് കഴിഞ്ഞിട്ട് മതി അമ്മേ, എല്ലാം കൂടെ ഇപ്പം വേണ്ടാന്ന് പറഞ്ഞതിനെ കൊണ്ട് തന്നെ ആ ഫോണിന് തന്നെ കവറ് മാറ്റിയതാട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരികയാണ്. തിരിച്ച് വരുന്ന ടൈം ആകുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. 10:30 അടുത്തായി നമ്മൾ അവിടുന്ന് കോഴിക്കോട് നിന്ന് വരുമ്പോൾ കേട്ടോ. കോഴിക്കോട് നിന്ന് പിന്നെ വടകര എത്തുന്ന സമയം അറിയാമല്ലോ, നല്ലൊരു ടൈമാവും. പക്ഷേ മക്കളൊക്കെ കൂടെ ഉള്ളതിനെ കൊണ്ട് ഈ ഒരു മനസ്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉള്ളതിനെ കൊണ്ടും ടെൻഷനും ഉള്ളതിനെ കൊണ്ടൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു വലിയൊരു ക്ഷീണവും കാര്യവും തോന്നിയില്ല. ഒരു 11:30 അടുത്തായി വീട്ടിലോട്ട് എത്തുമ്പോൾ 3 പേരും ഉറങ്ങിയിട്ടില്ല കേട്ടോ. കുറേ കഥയും കാര്യങ്ങളും പറഞ്ഞിരുന്നതിനെ കൊണ്ട് ഉറക്കമൊന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പൊതുവേ ക്ഷീണത്തിൻ്റെ ആളാണ്, പക്ഷേ എനിക്കൊരു ക്ഷീണമില്ല. എനിക്കിങ്ങനെ നാളെ ഇത് വാങ്ങണം, ഇത് വാങ്ങിക്കേണ്ടേ, അത് വാങ്ങിക്കേണ്ടേ എന്നുള്ള ടെൻഷനുകളാട്ടോ മനസ്സിൽ നിറച്ചു. എന്നിട്ടും കുറേ സാധനങ്ങളൊക്കെ നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നാളെയും ഇതേപോലെ പോകണം. ഞാൻ പറഞ്ഞല്ലോ കല്യാണത്തിൻ്റെ ഉണ്ട്, 2 ഓള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കണം. 11:45 അടുത്തായി. ഇനി ഇതെല്ലാം എടുത്ത് വെച്ച് കിടക്കുമ്പോഴത്തേക്ക് ഒരു നേരാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു.